തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിൽ കർക്കിടക വാവിന് ആയിരക്കണക്കിന് വിശ്വാസികളെയാണ് പ്രതീക്ഷിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തർക്ക് സുഗമമായി ബലിതർപ്പണം നടത്തുന്നതിനുമായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കർക്കിടക വാവ് ബലി ചടങ്ങുകൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം അതിനായി പൂർണ്ണ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ഒരേ സമയം 4000 പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യങ്ങളാണ് ഇക്കുറി ഈ ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. പുറമെ ഗതാഗത സൗകര്യത്തിനും ഉള്ള പുതിയ മാർഗങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും ക്ഷേത്രത്തിലെ പരിസരത്തും ഒരുക്കിയിട്ടുണ്ട്. ബലിതർപ്പണത്തിനുള്ള സ്ഥലങ്ങൾ വൃത്തിയായി സജ്ജമാക്കുന്നതിന് പുറമെ ഭക്തരുടെ സഞ്ചാരം സുഗമമാക്കുന്നതിനുള്ള ക്രമീകരണം പുരോഗമിക്കുകയാണ്. വാവ് ദിവസം പുലർച്ചെ മുതൽ തന്നെ, അതായത് പുലർച്ചെ 2 മണി മുതൽ തന്നെ ഇവിടെ വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബലിതർപ്പണത്തിനായി പ്രത്യേക സംവിധാനങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട്. ചടങ്ങുകൾക്ക് ആവശ്യമായ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഭക്തർക്ക് കൃത്യമായി മാർഗനിർദ്ദേശം നൽകുന്നതിനും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടാകും. സ്ത്രീകൾക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഇത്തരത്തിൽ പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടായിരിക്കും ഇത്തവണത്തെ ബലിതർപ്പണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മുൻ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി 2 ബലിമണ്ഡപങ്ങൾ കൂടി അധികമുണ്ട്. ഏകദേശം ഒരേ സമയത്ത് 4000-ഓളം പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഓൺലൈൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബലിമണ്ഡപം 6 ഓൺലൈൻ വഴി ബുക്ക് ചെയ്തവർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വൻ തിരക്ക് കണക്കിലെടുത്ത് സുരക്ഷയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. പോലീസ് സുരക്ഷയ്ക്കും പുറമെ സുരക്ഷാ ജീവനക്കാർ, ക്ഷേത്ര ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിലും ഇത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിതൃസ്മരണയിൽ ബലിതർപ്പണം നടത്താൻ ആയിരങ്ങളാണ് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിൽ എത്തുന്നത്. ഇത്തവണത്തെ ബലിതർപ്പണത്തിന് വലിയ ക്രമീകരണങ്ങളാണ് ക്ഷേത്രം ഭാരവാഹികൾ ഒരുക്കിയിരിക്കുന്നത്. തിരുവല്ലത്ത് നിന്ന് ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം അപർണ, കേരള വിഷൻ ന്യൂസ്.